4 ദിവസമായി വയനാട്ടിലെ കേണിച്ചിറയിൽ വളർത്തുമൃഗങ്ങളെ കൊന്ന് നാടിനെ വിറപ്പിച്ച കടുവ കൂട്ടിലായി. എടക്കാട് കിഴക്കയിൽ കുര്യാക്കോസിന്റെ വീടിന് സമീപം സ്ഥാപിച്ച കൂട്ടിൽ ഇന്നലെ രാത്രി 11ഓടെയാണ് കടുവ കുടുങ്ങിയത്. വിവരങ്ങളുമായി അനൂപ് KR വയനാട്ടിൽ നിന്ന് ചേരുകയാണ്. അനൂപ്, ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ കടുവ കൂട്ടിലാകുന്നത്. നൈറ്റ് പെട്രോളിംഗ് അടക്കം ശക്തമാക്കിയ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് നിലവിലെ സാഹചര്യം? വനംവകുപ്പ് അധികൃതരും മറ്റും എത്തിയിട്ടുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? എങ്ങനെയാണ്? ദിവസങ്ങളായി ഈ മേഖലയിൽ തുടർന്നു വന്ന ഒരു ആശങ്ക അവസാനിച്ചിരിക്കുന്നു. കടുവ വനവകുപ്പ് ആദ്യം സ്ഥാപിച്ച കൂട്ടിൽ അകപ്പെട്ടു. ഇന്നലെ രാത്രി തന്നെ കടുവയെ പ്രാഥമിക ചികിത്സയ്ക്കും മറ്റുമായി വനവകുപ്പിന്റെ വന്യമൃഗ പരിപാലന കേന്ദ്രത്തിലേക്ക് കുപ്പാടിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അത് ഒരു വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊല്ലുകയും പ്രദേശത്ത് നിരന്തരം സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്ത ഒരു കടുവയാണ് ഈ വിധത്തിൽ അകപ്പെട്ടത്. കഴിഞ്ഞ ദിവസം 9 മണിയോടുകൂടി, രാത്രി 9 മണിയോടുകൂടി ഈ പശുക്കളെ കൊന്ന അതേ തൊഴുത്തിൽ, മലയക്കൽ ബെന്നിയുടെ വീട്ടിൽ അതേ തൊഴുത്തിലേക്ക് ഈ കടുവ എത്തിയത് വലിയൊരു ആശങ്ക ഈ പരിസരത്ത് സൃഷ്ടിച്ചിരുന്നു. ഈ തൊഴുത്തിലെത്തിയ കടുവ ആ പ്രദേശത്തും പരിസരത്തും അല്പസമയം നിന്നാണ് പിന്നീട് ആ പ്രദേശത്ത് നാട്ടുകാർ ബഹളം വെച്ചതും മറ്റും അവിടെ നിന്ന് മാറിയത്. പിന്നീട് ഈ ഇരയെ സ്ഥാപിച്ച കൂട്ടിൽ അകപ്പെടുകയായിരുന്നു കടുവ. ഏതായാലും ഈ പശുക്കളെ പിടികൂടി കൊല്ലുകയും ക്ഷീര കർഷകർ ഉൾപ്പെടെയുള്ള ഈ മേഖലയിൽ വലിയ ഒരു പ്രതിസന്ധിയും ഒക്കെ സൃഷ്ടിച്ചിട്ട് കടുവയാണ് ഈ വിധത്തിൽ വനംവകുപ്പിന്റെ കെണിയിലാവുന്നത്. ഇന്നലെ തന്നെ വലിയൊരു ജനകീയ പ്രതിഷേധം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. ഈ രാവിലെ തന്നെ, കഴിഞ്ഞ ദിവസം രാവിലെ തന്നെ നാട്ടുകാർ കടുവ കൊന്ന പശുവിന്റെ മൃതദേഹവുമായി കേണിച്ചിറ ടൗണിലെത്തി പ്രതിഷേധിക്കുകയും റോഡ് ഉപരോധിക്കുകയും എല്ലാം ചെയ്തിരുന്നു. തുടർന്ന് പെട്ടെന്ന് തന്നെ വനംവകുപ്പ് ഈ സാഹചര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി മയക്കുവെടി വെച്ച് കടുവയെ പിടികൂടാനുള്ള തീരുമാനം പെട്ടെന്ന് സ്വീകരിക്കുമെന്ന് അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നാട്ടുകാർ സമരം അവസാനിപ്പിച്ചത്. ഉച്ചയ്ക്ക് ശേഷം തന്നെ മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് പ്രിൻസിപ്പൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവ് ആ രീതിയിൽ പുറത്തിറക്കുകയും ചെയ്തു. പിന്നീട് പ്രദേശത്ത് തിരച്ചിലും കടുവയെ മയക്കുവെടി വെക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു. വെറ്റിനറി സർജന്മാരുടെ സംഘം ഈ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയും ചെയ്തു. നൈറ്റ് പെട്രോളിംഗ് ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ഇതിനിടെയാണ് വീണ്ടും കടുവയെത്തിയത്. അതിനുശേഷം അർദ്ധരാത്രിയോടുകൂടി കടുവ കെണിയിൽ അകപ്പെടുകയും ചെയ്തു. നാട്ടുകാരുടെ ഒരു വലിയ ആശങ്ക ഏതായാലും ഇവിടെ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നു. നേരത്തെയും കടുവയുടെ സാന്നിധ്യം പല സ്ഥലങ്ങളിൽ സ്ഥിരീകരിച്ചൊരു പ്രദേശം കൂടിയാണിത്. വനമേഖലയ്ക്ക് തൊട്ട് സമീപമുള്ള സ്ഥലമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സൗത്ത് വയനാട് DFOയുടെ ഒരു ഒഴിവ് ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. അത് ഇത്തരം പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് തടസ്സമാകും എന്നൊരു ആരോപണം ഉയർന്നു വരികയും ചെയ്തിരുന്നു. ആ ഒഴിവ് നേരത്തെ സൗത്ത് വയനാട് DFO ആയിരുന്ന സജ്നയെ സ്ഥലം മാറ്റിയതിനെ തുടർന്നാണ് ഉണ്ടായത്. ഏതായാലും ഈ ഒരു അടിയന്തര സാഹചര്യം പരിഗണിച്ച് പെട്ടെന്ന് തന്നെ ആ ഒഴിവ് നികത്താൻ സർക്കാർ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു. അജിത് K. രാമനെ പുതിയ DFO ആയി ചുമതലപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അനൂപ്, അതായത് ഈ വളരെ വലിയൊരു പ്രതികൂല കാലാവസ്ഥയും ഒക്കെ ഉണ്ടായിരുന്നതായി നമുക്കറിയാം. ഇന്നലെ അതിഗംഭീര മഴയൊക്കെ ഉണ്ടായിരുന്നു വയനാട്. നമ്മൾ ഇന്നലെ വീണ്ടും കടുവ കൂട്ടിലേക്കല്ല തൊഴുത്തിലേക്ക് വരുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇന്നലെ രാത്രി 9 മണിയോടുകൂടി കൈരളി ന്യൂസ് പുറത്തുവിട്ടിരുന്നു. ആ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കാണാമായിരുന്നു വലിയ പ്രതികൂല കാലാവസ്ഥ, മഴയൊക്കെ ഉണ്ടായിരുന്നു. ഈ പ്രതികൂല കാലാവസ്ഥയിലൊക്കെ തന്നെയാണ് ഇന്നലെ ഈ കടുവയെ പിടികൂടിയിരിക്കുന്നത്. ഇപ്പോൾ ഇതിനെ പൂപ്പാടിയിലെ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണല്ലേ? പിന്നീട് ഇനി തുടർ നടപടികൾ എങ്ങനെയാണ്? തുടർ നടപടികൾ ഇന്നലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പുറത്തിറക്കിയ ഉത്തരവിൽ തന്നെ വ്യക്തമാക്കിയതാണ്. അതിൽ പറയുന്നത് ഈ കടുവയെ സുരക്ഷിതമായി, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത തരത്തിൽ വളരെ ജാഗ്രതയോടുകൂടി മയക്കുവെടി വെച്ചോ പിടികൂടി അതിന്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കണം. അത് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെയും അതുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾക്ക് വിധേയമാണ്. വിവിധ മാനദണ്ഡങ്ങൾ ഈ ഇത്തരത്തിലൊരു വൈൽഡ് ലൈഫിനെ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങിയതിനു ശേഷം പിടികൂടുമ്പോൾ വനവകുപ്പിന് പാലിക്കേണ്ടതുണ്ട്. അതിന്റെ പ്രാഥമിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. കടുവയായിരുന്നു സ്ഥിരീകരിക്കണം. അത് ഏത് പരിധിയിലുള്ളതാണെന്ന് സ്ഥിരീകരിക്കാൻ തുടങ്ങിയ 7 നടപടിക്രമങ്ങളുണ്ട്. അതിനുശേഷം അതിന് പിടികൂടിയാൽ ഈ കടുവയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച് അത് പൂർണ്ണ ആരോഗ്യവാനാണെങ്കിൽ മാത്രം അതിനെ വനാന്തരത്തിൽ തുറന്നുവിടുകയും മറ്റും ചെയ്യാം. അതിനല്ലെങ്കിൽ അതിന് പ്രാഥമിക ചികിത്സ നൽകണം. ഇനി ഇര തേടാനുള്ള ശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ട കടുവയാണെങ്കിൽ അതിനെ മൃഗപരിപാലന കേന്ദ്രത്തിലോ മറ്റു സുരക്ഷിത കേന്ദ്രങ്ങളിലോ വനവകുപ്പിന് കീഴിലുള്ള മറ്റു സംവിധാനങ്ങളിലോ അതിനെ പാർപ്പിക്കുകയും അതിന് തുടർ ചികിത്സ നൽകുകയും വേണം. തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള ചില പരിശോധനകളും മറ്റുമാണ് വനവകുപ്പിൽ ഇനി പൂർത്തീകരിക്കാനുള്ളത്. നമുക്കറിയാം, കുപ്പാടിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിൽ നിലവിൽ തന്നെ
അതിന്റെ ശേഷിക്കനുസരിച്ചുള്ള കടുവകളുണ്ട്. നേരത്തെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വയനാട്ടിൽ നിന്ന് പിടികൂടിയ കടുവകളെ അവിടെ പാർപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഇര തേടാനുള്ള ശേഷി നഷ്ടമായതും ഗുരുതരമായ പരിക്കേറ്റവയുമാണ് അവയിൽ പലതും. ഏതായാലും അവിടെ ഇത്തരത്തിൽ ചികിത്സ പൂർത്തിയായ കടുവകളെ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റി മറ്റും വേണം ഇപ്പോൾ കുപ്പാടിയിലെ ഒരു പുതിയ ഒരു കടുവയെ അവിടെ പാർപ്പിക്കാൻ. ഏതായാലും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വനവകുപ്പിൽ ഇനി പൂർത്തിയാക്കേണ്ടതുണ്ട്. ഏതായാലും പ്രാഥമികമായ പരിശോധനകൾക്ക് മറ്റും ശേഷമാണ് വനവകുപ്പ് ആ രീതിയിൽ നടപടികൾ സ്വീകരിക്കുക എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം DFO ചുമതലയുള്ള വി രഞ്ജിത്ത് തന്നെ പറഞ്ഞിരുന്നു. ഏതായാലും ആ നടപടിക്രമങ്ങളിലാണ് വനംവകുപ്പ്. അനൂപ്, അതോടൊപ്പം തന്നെ ഈ കടുവയുടെ ആരോഗ്യനില, അതായത് ഇന്നലെയൊക്കെ ദൃശ്യങ്ങളിൽ നിന്ന് കാണുമ്പോഴും മറ്റും വളരെ ഒരു അവശ നിലയിലാണ് ഈ കടുവയെ കണ്ടിരുന്നത്. സ്വാഭാവികമായും തുടർ നടപടിക്രമങ്ങളിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി എടുത്ത് നമ്മൾ നോക്കുന്നതും ഇതിൻ്റെ ആരോഗ്യനിലയെ പറ്റി തന്നെയായിരിക്കും അല്ലേ? അതായത് പൂർണ്ണാരോഗ്യവാനാണെങ്കിൽ മാത്രമല്ലേ വനത്തിലേക്ക് തുറന്നുവിടുന്ന ഒരു നടപടിയിലേക്ക് വനംവകുപ്പ് കടക്കുകയുള്ളൂ? കടുവയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചാണ് നേരത്തെ തന്നെ വനംവകുപ്പിന് ചില നിഗമനങ്ങൾ ഉണ്ടായിരുന്നത്. തോൽപ്പെട്ടി 17 എന്ന് വനംവകുപ്പിന്റെ ടൈഗർ സെൻസസിൽ ഉൾപ്പെട്ട നേരത്തെ ഉള്ള അതുമായി ബന്ധപ്പെട്ടുള്ള കടുവ നിരീക്ഷണത്തിലും മറ്റും വനംവകുപ്പിന്റെ പക്കൽ രേഖകളുള്ള ഒരു കടുവയാണ്. തോൽപ്പെട്ടി 17 എന്നാണ് കടുവയുടെ ID. അത് ആ മേഖലയിൽ നിരന്തരം വനംവകുപ്പിന്റെ നിരീക്ഷണങ്ങളിൽ കണ്ടെത്തിയ കടുവ കൂടിയാണ്. ഇത് 10 വയസ്സുണ്ട്. 10 വയസ്സുള്ള ആൺകടുവയാണത്. 10 വയസ്സെന്ന് പറഞ്ഞാൽ അതിന് പ്രായാധിക്യം മൂലമുള്ള ആവശ്യതകൾ ഇര തേടാനുള്ള ശേഷി നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ആ വിധത്തിലാണ് ഈ അത്തരം കാരണങ്ങൾ കൊണ്ടാണ് സ്വാഭാവികമായി വനാന്തരത്തിൽ ഇര തേടാനുള്ള ശേഷി നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ആ കടുവ വനയോരങ്ങളിൽ ജനവാസ മേഖലയിലേക്ക് എത്തുകയും കെട്ടിയിട്ട വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊല്ലുകയും ചെയ്യുന്ന ഒരു രീതി സവിശേഷത ഉണ്ടായത് എന്നാണ് വനവകുപ്പ് നേരത്തെ തന്നെ നമ്മോട് പറഞ്ഞതും അത് തന്നെയാണ് വനവകുപ്പ് സ്ഥിരീകരിച്ചതും. ഏതായാലും അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് വനവകുപ്പ് കണക്കാക്കുന്നത്. അപ്പോൾ അതിന് ഏത് വിധത്തിലുള്ള പരിക്കാണ് ഇപ്പോൾ കടുവയ്ക്ക് വനാന്തരത്തിൽ നിന്നും മറ്റു കടുവകളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള പരിക്കുകൾ ഉണ്ടാവും. അത് വർദ്ധിച്ചേക്കാം. അതുമായി ബന്ധപ്പെട്ടുള്ള ശാരീരിക അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഉണ്ടാവാം. അതല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ മറ്റ് ഇതര കാരണങ്ങൾ അതിനുണ്ടായേക്കാം. ഏതായാലും ഇത്തരം കാരണങ്ങളാണ് അത് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്താൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വിദഗ്ധമായിട്ടുള്ള പരിശോധനകൾ വനവകുപ്പിന് പൂർത്തീകരിക്കേണ്ടതുണ്ട്. മുത്തങ്ങയിൽ ഇതിനായുള്ള വലിയ സജ്ജീകരണങ്ങൾ വനവകുപ്പിനുണ്ട്. പ്രത്യേകിച്ചും കുപ്പാടിയിലെ മൃഗപരിപാലന കേന്ദ്രവും അതോടൊപ്പമുള്ള ലാബും എല്ലാമുള്ള ഒരു സംവിധാനം വനവകുപ്പിന് സുസജ്ജമാണ്. അതെപ്പോഴും പ്രവർത്തനക്ഷമവുമാണ്. പല ഘട്ടത്തിലും സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ ഉൾപ്പെടെയുള്ള ഇത്തരത്തിലുള്ള വന്യപിടികൂടുന്ന വന്യമൃഗങ്ങളെ മുത്തങ്ങയിലേക്ക് എത്തുകയും കുപ്പാടിയിലെ ഈ മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് എത്തുകയും ചികിത്സ നൽകുകയും ചെയ്യുന്ന പതിവുണ്ട്. ഏതായാലും അത്തരത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെയുണ്ട്. ഒരു വന്യമൃഗത്തിന്റെ പരിപാലനത്തിനും അതിന്റെ ആരോഗ്യ പരിശോധനകൾക്കുമെല്ലാം ഉള്ള സംവിധാനങ്ങളാണവ. ഏതായാലും കുപ്പാടിയിലെ പരിശോധന കൂടി പൂർത്തിയായിട്ടായിരിക്കും ഈ വിധത്തിലുള്ള ഒരു സ്ഥിരീകരണം എന്നാണ് ഈ കടുവയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരും. ശരി, അനൂപ് KR ആണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേടിച്ചിറയിൽ ഉറക്കം കെടുത്തിയിരുന്ന കടുവ ഇന്നലെ രാത്രിയോടുകൂടി കൂട്ടിലായിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ പൂപ്പാടിയിലെ കേന്ദ്രത്തിലേക്ക് കടുവയെ മാറ്റിയിരിക്കുന്നു. തുടർ നടപടിക്രമങ്ങളിലേക്ക് വനം വകുപ്പ് കടക്കാൻ പോവുകയാണ്. ആരോഗ്യനിലയും മറ്റും പരിശോധിച്ച ശേഷമായിരിക്കും വനത്തിൽ തുറന്നുവിടണോ അതോ മറ്റ് ചികിത്സയോ മറ്റോ നൽകേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. വിവരങ്ങളായിരുന്നു അനൂപ് പങ്കുവച്ചത്.